ഒലിവിയുടെ തുമ്പിൽ കയറി പിടിച്ചുകൊണ്ട് ഒലിവിയുടെ പുറകെ നടന്നിട്ട് ബാക്കിയുള്ളവരുടെ നെഞ്ചത്തോട് ചാടി കയറി നീ ഞങ്ങളുടെ എന്റെ നെഞ്ചത്തോട്ട് കയറി എന്റെ വീഡിയോസ് ഇടുമ്പോൾ നിനക്ക് കിട്ടുന്ന റീച്ച് ഭയങ്കര റീച്ചാണ് അല്ലേ? നിനക്ക് നാണമില്ലേടി? നിനക്ക് ഇതിനുള്ള മറുപടി എന്തായാലും ഇനി ഞാൻ തന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലാത്തതായി പോകും. അഥവാ എനിക്ക് പറ്റിയില്ലെങ്കിൽ നിന്റെ പേര് എഴുതി വെച്ചിട്ടായിരിക്കും വേണ്ടി ഞാനത് ചെയ്യുന്നത്. നീ ഇത് കണ്ടോ? അപ്പൊ ഒലിവിയ ഡിസൈൻസ് പലരും മറന്നിട്ടുണ്ടാവില്ല. ഒരുപാട് പെൺകുട്ടികളെ ദ്രോഹിച്ച് വളർന്നു വന്നൊരു സ്ഥാപനമാണ് ഒലിവിയ ഡിസൈൻസ്. 2 മാസം മുന്നാണ് ഒരു പെൺകുട്ടി അവിടെ നടക്കുന്ന ചൂഷണങ്ങളൊക്കെ പുറത്തു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. അന്ന് നമ്മളെപ്പോലുള്ള കുറെ യൂട്യൂബേഴ്സ് അത് ഏറ്റി പിടിക്കുകയും അതിനുശേഷം ഒലിവിയ ഡിസൈൻസ് എയറിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒലിവിയ ഡിസൈൻസിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് യൂട്യൂബേഴ്സ് ആയിരുന്നു അല്ലെ? പക്ഷെ അവർക്ക് വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ ചെറിയ രീതിയിലുള്ള സപ്പോർട്ടുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു പല യൂട്യൂബേഴ്സിന്റെ ഭാഗത്തുനിന്നും. അതിലൊരാളായിരുന്നല്ലോ കടൽ മച്ചാന് സൂരജ് പാലക്കാരനെ സ്വാധീനിക്കാൻ നോക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ അന്ന് റിയാക്ട് ചെയ്തതാണ്. അന്ന് ഭയങ്കര വൈറലായിരുന്നു. ഇത്രയും ഉടായ്പകൾ പുറത്തു കൊണ്ടുവന്നിട്ടും എന്തിനാണ് ഈ ഒലിവിയ ഡിസൈൻസിന് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം എല്ലാവരും ഒരു സമ്പ്രദായത്തെ എതിർക്കുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് ആയി സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ യൂണീക്ക് ആയിട്ട് നിൽക്കാമല്ലോ. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും. ഇനി അതല്ലെങ്കിൽ കുറച്ച് പേര് ഒലിവിയ ഡിസൈൻസ് സ്വാധീനിക്കാൻ ശ്രമിച്ചു കാണും. എന്തൊക്കെയായാലും ആ സമയത്ത് ഒലിവിയ ഡിസൈൻസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരാളായിരുന്നു ഷീ ടോക്സ് എന്ന് പറഞ്ഞ യൂട്യൂബർ. ആരൊക്കെ സപ്പോർട്ട് ആയിരുന്നു പുള്ളിക്കാരി. ആ സമയത്ത് ഒലിവിയ ഡിസൈൻസിൽ അച്ചു ചേച്ചിനെ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കണ്ടുനോക്കാം. നമ്മുടെ അച്ചു മേഡം പറഞ്ഞ പോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന സാധാരണയായിട്ടുള്ള ഒരു വീട്ടമ്മയായ സ്ത്രീ മാത്രമാണ് ഈ അച്ചു മേഡം എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരിനെയാണ് കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കൂടി ആക്ഷേപിച്ചും തെറി പറഞ്ഞും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിച്ചു കീറി ഒട്ടിച്ചും ചെറിയൊരു ലേബർ ഇഷ്യൂവിന്റെ പേരിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന ചെറിയൊരു ലേബർ ഇഷ്യൂവിന്റെ പേരിൽ അത്രയും സോഷ്യൽ മീഡിയയിൽ ഇട്ട് വലിച്ചു കീറി അതിനെ വലുതാക്കി നാട് മുഴുവൻ എന്നല്ല വേൾഡ് മുഴുവൻ അതിനെ വ്യാപിപ്പിച്ചിട്ട് ഇത്രയും സീൻ ഉണ്ടാക്കിയ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഈ സീൻ ഉണ്ടാക്കിയ ആൾക്കാരോടൊക്കെയാണ് പറയാനുള്ളത്, നിങ്ങളൊക്കെ ചൊറിഞ്ഞ് പണി മേടിച്ചാന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ച് പറഞ്ഞത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇതല്ലാതെ അതിന്റെ പുറകെ തൂങ്ങി കുറെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് കുറെ തെറി വിളിച്ച് പാവം ചേച്ചി ഞങ്ങളുടെ ഒലിവിയ ഡിസൈൻസിനെ പറഞ്ഞ അങ്ങോട്ട് പിടിക്കുന്നില്ല. എന്തായാലും ഈ ചേച്ചി പറഞ്ഞ പോലെ ചെറിയൊരു ലാബ് ഇഷ്യൂ മാത്രമാണിത്. അവിടെ ജോലിക്ക് എടുക്കുന്ന പെൺകുട്ടികൾക്ക് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല, അവർ അടിമപ്പണി ചെയ്യിപ്പിക്കുന്നു, അതുപോലെ തന്നെ അവരുടെ ഫോൺ സാമഗ്രികളൊക്കെ പിടിച്ചു വെക്കുന്നു. ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഒലിവിയ ഡിസൈൻസ് ചെയ്തിട്ടുള്ളൂ. ഈനാണ് ഇപ്പൊ എല്ലാവരും കൂടെ ഓരോ പിടിച്ചേറി കയറ്റിയത് അല്ലെ? ഇവിടെ സംഭവം അന്ന് എന്താണ് നടന്നുള്ള എല്ലാവർക്കും അറിയാം. ഒലിവിയ ഡിസൈൻസിനെതിരെ വ്യാപക വിമർശനം വന്നപ്പോൾ അവർ സ്വയം വെളുപ്പിക്കാൻ നോക്കി. ന്യായമില്ലാത്തടത്ത് വെളുപ്പിക്കാൻ നോക്കി കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവിടുത്തെ സോഷ്യൽ മീഡിയന്റെ അവസ്ഥ അറിയാലോ, കൂടുതൽ എയറിലാവത്തേ ഉള്ളൂ. അതാണ് ഇവർ കൂടുതൽ എയറിലാവാനുള്ള കാരണം. എന്തായാലും ഇനി നമ്മുടെ റിയൽ വിഷയത്തിലേക്ക് വരാം. അന്ന് ഒലിവിയ ഡിസൈൻസ് പ്രശ്നം നടക്കുന്ന സമയത്ത് ഒലിവിയ ഡിസൈൻസ് ചൂഷണം ചെയ്ത പാവപ്പെട്ട പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് VRS കുർത്തീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു ചേച്ചി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ യൂട്യൂബിലൂടെ ഒക്കെ പരസ്യം ചെയ്ത് പ്രൊഡക്റ്റ് വെക്കുന്ന ഒരു ചേച്ചിയാണ്. ഇവരുടെ പ്രൊഡക്റ്റിനൊക്കെ അത്യാവശ്യം നല്ല വില കുറവാണ്, നല്ല അഭിപ്രായമുണ്ട് ഇവരുടെ പ്രൊഡക്റ്റിനൊക്കെ. എന്തൊക്കെയായാലും ഈ VRSലെ ചേച്ചി ആ സമയത്ത് ആ പെൺകുട്ടികളുടെ കൂടെ നിന്ന് സംസാരിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് നമുക്കറിയാം ആ സമയത്ത് അവിടെ ഒലിവിയ ഡിസൈൻസിൽ നിന്നും ചൂഷണം നേരിട്ട പെൺകുട്ടികൾ ഒലിവിയ ഡിസൈൻസിന് ഓഫീസിന് മുന്നിൽ വെച്ച് സമരങ്ങളും കൂക്കിവിളികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ? അത് ആ സമയത്ത് വൈറലായിരുന്നു. അപ്പൊ അതേ സമയം ഈ VRSലെ ചേച്ചി എന്തോ ഒലിവിയ ഡിസൈൻസിന് മുന്നിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഒലിവിയ ഡിസൈൻസിന്റെ ഒരു വീഡിയോ അങ്ങെടുത്ത് ഇത് ഈ പറഞ്ഞ ഷീ ടോക്കിൽ ചേച്ചി കാണുകയും അത് വെച്ചൊരു കണ്ടന്റ് അടിച്ചിറക്കുകയും ചെയ്തു. എന്താണത്? ഒലിവിയ ഡിസൈൻസിനെ തകർത്തുകൊണ്ട് ബിസിനസ് വളർത്തിയെടുക്കാൻ വേണ്ടി VRS കുർത്തീസ് നടത്തുന്ന ഒരു അജണ്ടയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആര് പറയാണ്? ഈ ഷീ ടോക്കിൽ ചേച്ചി പറയാണ്. ആ രീതിയിലേക്ക് പുള്ളിക്കാരി ഈ പ്രശ്നത്തെ ആക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ. നമുക്ക് എന്തായാലും അന്ന് ഷീ ടോക്കിൽ ചേച്ചി ചെയ്ത ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. അവര് ആ കുട്ടികൾ കൂവിയ ഇഷ്യൂ നടക്കുന്ന അതേ സമയം അതേ മൊമെന്റിൽ അതേ ടൈമിൽ ഈ ഒലിവിയ ഡിസൈൻസിന്റെ വീടിന്റെ പരിസരത്ത് ഉണ്ടായിരുന്നു. മീൻസ് വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. കാറിൽ നിന്ന് കുറച്ച് ഷൂട്ട് ചെയ്ത ഭാഗങ്ങളുണ്ട്. അത് ഞാനിവിടെ കാണിക്കാം, നിങ്ങളൊന്ന് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപ്പറ്റി ഈ ഓണറിനോട് ചോദിച്ചപ്പോൾ VRS കുർത്തീസിന്റെ ഓണറിനോട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഒരു മറുപടി ഉണ്ടായിരുന്നു. അതിലാണ് എനിക്ക് എന്തോ കളത്തിലുണ്ടെന്ന് മനസ്സിലായത്. അത് ഞാൻ പത്തനംതിട്ട പോകുന്ന വഴിക്ക് ഭയങ്കര അഹങ്കാരത്തിലാണ് ഈ ലേഡി സംസാരിക്കുന്നത് കേട്ടോ. ഒരു എളിമയില്ലാതെ ഭയങ്കര അഹങ്കാരത്തിലാണ് ഈ ഒരു VRS കുർത്തീസിന്റെ ഓണർ എന്ന് പറഞ്ഞ ലേഡി സംസാരിക്കുന്നത്. ഞാൻ അന്ന് പത്തനംതിട്ട പോകുന്ന വഴിക്ക് ഈ അടൂരിലുള്ള ഈ ഒലിവിയ ഡിസൈൻസിന്റെ വീട് വെച്ചാൽ ഭയങ്കര ഒരു മണിമാളികയാണല്ലോ. അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ വഴി പാസ് ചെയ്ത് പോയതെന്നാണ് ഈ ലേഡി എന്നോട് പറഞ്ഞ മറുപടി. അപ്പോഴാണ് എനിക്ക് ഇതിനകത്ത് എന്തോ ഒരു കളത്രം നടക്കുന്നുണ്ട് മനസ്സിലായത്. എന്തിനാണ് ഈ ലേഡി അന്ന് ആ വഴിക്ക് പോയത്? എന്തിനാണ് ആ സമയത്ത് ഇവരവിടെ ഉണ്ടായിരുന്നു പറയുന്നത്? ഭയങ്കര കണ്ടുപിടുത്തായി പോയി. അവിടെ സമരം നടക്കുന്ന സമയത്ത് VRS കുർത്തീസിന്റെ ചേച്ചി അതിന് മുന്നിലൂടെ പാസ് ചെയ്തു പോയി അവിടുത്തെ വീഡിയോസ് എടുത്തെന്ന് കരുതി ആ സമരത്തിന് കാരണക്കാർ ഇവരാണെന്നാണോ? അല്ല അറിയാത്തോണ്ട് ചോദിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ റോഡിലേക്ക് എത്ര കച്ചറകളും ബഹളങ്ങളും നടക്കുന്നുണ്ട്, എത്ര രാഷ്ട്രീയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ പലയിടത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാറുണ്ട്. എന്ന് കരുതി ആരെങ്കിലും ഇവിടെ പറയാറുണ്ടോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ടവന് കാരണമായിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നുള്ളത്? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് തോന്നുന്നു. അങ്ങോട്ട് അടിച്ചിറക്കന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അജണ്ട പുള്ളിക്കാരോടെ നടപ്പാക്കാൻ ശ്രമിക്കുന്ന പോലെ ഇത് രണ്ടുപേരും തമ്മിലുള്ള ബിസിനസ് താലിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നമാണെന്നുള്ള രീതിയിൽ
പക്ഷെ അത് നടന്നില്ലേ കേട്ടോ, ആരതും മൈൻഡ് ചെയ്യാൻ പോയില്ല. എന്തായാലും ഈ ഒരു വീഡിയോക്ക് ശേഷം പിന്നെ കണ്ടുവന്ന പ്രവണത എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ഷീടോക്കിലെ ചേച്ചി VRS കുർത്തീസിനെതിരെ നിരന്തരമായി വീഡിയോസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ വീഡിയോ തുറന്നു നോക്കിയാലോ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. ഇവരെ കുറിച്ച് വെറുതെ എന്തെങ്കിലും അങ്ങോട്ട് പറയുന്നത്, അതായത് ഒരു കാരണമില്ലാണ്ട് പിന്നാലെ നടന്നുള്ള ഉപദ്രവം. പിന്നെ ഇനിയിപ്പോ VRS കുർത്തീസിലെ ചേച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു ഷോപ്പിന് സ്റ്റിച്ചിങ് യൂണിറ്റ് ഇവർ നോക്കി നടത്തുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടാണ് ഇവർ യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവർ ജോലിക്ക് നിൽക്കുന്ന ഷോപ്പിൽ നിന്നും കുറച്ച് കോൺട്രാക്ട് ബേസിൽ പ്രൊഡക്റ്റ് എടുക്കും, എന്നിട്ട് സ്വന്തം യൂട്യൂബ് ചാനൽ അത് പ്രദർശിപ്പിക്കും. അതിന്റെ ഓരോ ഡിസൈൻസ് ഇങ്ങനെ പരിചയപ്പെടുത്തും പുള്ളിക്കാരി, എന്നിട്ട് അത് വിറ്റ് പുള്ളിക്കാരി കമ്മീഷൻ എടുക്കും. ഇതാണ് സംഭവം. അതായത് പുള്ളിക്കാരി ജോലി ചെയ്യുന്ന കമ്പനിയുമായി ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവം. പുള്ളിക്കാരി യൂട്യൂബിൽ പ്രൊഡക്റ്റ് ഒക്കെ പരിചയപ്പെടുത്തുന്നത് ജോലി ചെയ്യുന്ന ഷോപ്പിൽ നിന്നുകൊണ്ട് തന്നെയാണ്. നമുക്ക് എന്തായാലും പുള്ളിക്കാരി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ കണ്ടു നോക്കാം. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൊടുക്കുക, എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എല്ലാം ലഭിക്കുകയുള്ളൂ. അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓണം കളക്ഷൻസ് ഒരു 13-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരത്തക്ക രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നമ്മൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത പ്രൊഡക്റ്റുകളാണ് നിങ്ങളുടെ കൈകളിലേക്ക് നമ്മൾ ചെയ്തു തരുന്നത്. അടിപൊളിയായിട്ട് സെറ്റ് സാരീസ്, സെറ്റ് മുണ്ടിന്റെ കളക്ഷൻസ്, സാരീസ് കളക്ഷൻസ്, വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ്, അതുപോലെ തന്നെ കുർത്തീസ്, അടാറ് കളക്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് എല്ലാ വീഡിയോയിലും ഒരുമിച്ച് എല്ലാം കൂടി കാണിക്കാൻ സാധിക്കില്ല. എങ്കിൽ തന്നെയും അറ്റ്ലീസ്റ്റ് ഒരു 4 ഡിസൈൻസ് നമ്മളൊരു വീഡിയോയിൽ കാണിക്കും. അപ്പൊ ഇന്നത്തെ ഡിസൈൻസ് ഒരു 4 ഡിസൈൻസ് കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ കുറച്ച് ഓഫർ ഇട്ടിട്ടുണ്ട്. അത് ലാസ്റ്റിലായിരിക്കും വീഡിയോയുടെ, ആരും കാണാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഗിവ് അവേ അറിയാമോ, ഡെയിലി നമ്മൾ ഓരോ ഗിഫ്റ്റ് നമ്മുടെ കമന്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. ജെനുവിൻ ആയിട്ടുള്ള കമന്റ്സ് മാത്രം മാക്സിമം നിങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ കളക്ഷൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഇതിനെ നമ്മുടെ ലൈവിൽ കാണിച്ചായിരുന്നു. അപ്പൊ ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഈ ചേച്ചി വീഡിയോയുടെ ഇടയിൽ കൂടെ പറയുന്നുണ്ടല്ലോ നമ്മുടെ മാനുഫാക്ചർ യൂണിറ്റിൽ നിന്ന് അടിച്ചെടുക്കുന്ന സാധനം എന്നുള്ളത്. അത് ശരിക്കും ചേച്ചിയുടെ മാനുഫാക്ചർ യൂണിറ്റ് അല്ല, ചേച്ചി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മാനുഫാക്ചർ യൂണിറ്റ് ആണ്. അവിടെ ചെറിയൊരു തിരുത്തുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവർ സൈഡിലൂടെ ഈ ബിസിനസ്സും കാര്യങ്ങളും നടത്തി കൊണ്ടുവന്നിരുന്നത്? പൊതുവെ ഇവരുടെ പ്രൊഡക്റ്റിന് നല്ല വില കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവർക്ക് യൂട്യൂബിലൂടെ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏണിങ്സ് ഇവർ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒലിവിന്റെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ VRS കുർത്തീസിന് ചേച്ചി സ്വന്തമായി ഒരു ഷോപ്പ് ഇടാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അവരതെന്താക്കി സ്വന്തം പേജിലൂടെ അനൗൺസ് ചെയ്ത് ഞാൻ August 14 ഷോപ്പ് ഇടാനുള്ള പ്ലാൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒലിവിയ ഡിസൈൻസിൽ നിന്നും പുറത്താക്കപ്പെട്ട പെൺകുട്ടികൾക്ക്, ട്യൂഷന് നേരിട്ട പെൺകുട്ടികൾക്ക് അവിടെ ജോലി നൽകുമെന്നുള്ള രീതിയിൽ ഇത് നമ്മുടെ ഷീടോക്കിലെ ചേച്ചിക്ക് തീരെ അങ്ങ് പിടിച്ചില്ല. എന്തായാലും പോകെ VRS കുർത്തീസിന്റെ ചേച്ചിക്ക് ആ പ്ലാൻ അങ്ങ് എക്സിക്യൂട്ട് ആക്കാൻ പറ്റിയില്ല. അവരെന്താക്കി പുതിയ ഷോപ്പ് തുടങ്ങാനുള്ള പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അങ്ങനെ August 16 ആയിട്ടും പുതിയ ഷോപ്പ് ഒന്നും എടുക്കാത്തത് കാണാതായപ്പോ ഷീടോക്കിലെ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അതും വെച്ച് പുള്ളിക്കാരി കണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങി. എവിടെ VRS കുർത്തീസിന്റെ പുതിയ ഷോപ്പുകൾ? ഭയങ്കര ഡയലോഗ് അടിയാണോ? പേടിച്ച് പോയി ഒലിവിയ ഡിസൈൻസിനെ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരൊക്കെ കണ്ടന്റ് ഉണ്ടാക്കല്. അതിന്റെ ഇടയിൽ കൂടെ പുള്ളിക്കാരൻ എന്തൊക്കെ കഴിഞ്ഞ ആഴ്ചയും കൂടി പുതിയൊരു കണ്ടന്റും കൂടി ഇറക്കി. അത് കോമഡി കണ്ടന്റ് ആണ്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഇവരുടെ VRSന്റെ ഷോപ്പാന്ന് പറഞ്ഞ് കാണിക്കുന്ന ഷോപ്പ് VRSന്റെ അല്ല, കൊല്ലം കൊട്ടാരക്കരയിലുള്ള സ്റ്റൈൽ ആൻഡ് ഫാഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വയനാട്ടിലെ ഇഷ്യൂ നടക്കുന്ന സമയത്ത്, വയനാട്ടിലെ ദുരന്തം നടക്കുന്ന സമയത്ത് കൊല്ലത്തുള്ള ഒരു തുണിക്കട മുതലാളി, ഒരു ടെക്സ്റ്റൈൽ മുതലാളി, പുള്ളിക്കാരൻ ഓണത്തിന് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന എല്ലാ ഡ്രസ്സുകളും വയനാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഒരു മുടയവരും നഷ്ടപ്പെട്ടുള്ള ആൾക്കാർക്ക് സംഭാവന ചെയ്തിട്ടുള്ള കാര്യം അത്യാവശ്യം ന്യൂസുകൾ എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. പുള്ളിന്റെ ഷോപ്പ് ഇപ്പം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു മുകളിലത്തെ നിലയിൽ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ നടത്തിപ്പുകാരിയായിട്ട്, അതായത് നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർവൈസർ പോലെ ആണ് ഇപ്പൊ നമ്മുടെ VRSന്റെ ഓണർ ആയിട്ടുള്ള ഈ ചേച്ചി നിൽക്കുന്നത്. പക്ഷെ എന്നിട്ട് പുള്ളിക്കാരി ഓൺലൈനിൽ വന്നിട്ട് യൂട്യൂബിൽ ലൈവ് ഒന്ന് പറയുന്നുണ്ടാ, പുള്ളിക്കാരിന്റെ ഷോപ്പാണ്, അതാണ് ഇതാണ്. കുറച്ചുളുപ്പുണ്ടോ പെണ്ണുമ്പുള്ള നിങ്ങൾക്ക്? കുറച്ചുളുപ്പ് നിങ്ങൾക്ക് തൊലിക്കട്ടി അപാരാന്ന് എനിക്കറിയാം, എന്നാലും ഇങ്ങനെയൊക്കെ നാട്ടുകാരെ പറ്റിക്കണോ? ഇനി നിങ്ങൾക്ക് ഷോപ്പ് തുടങ്ങാൻ പറ്റിയില്ല, അത് ഓപ്പണായി വന്ന് പറയുന്നതിന് നിങ്ങൾക്ക് എന്താ അത്ര ബുദ്ധിമുട്ട്? ശരി, അതെന്തിനും ഓപ്പൺ ആയിട്ട് പറയണം? അത് പറയണമോ പറയണ്ടേന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അവരൊരു ഷോപ്പ് തുടങ്ങാൻ പ്ലാൻ ഇട്ട് അത് നടന്നില്ല, അതിനിപ്പോ എന്താ? അങ്ങനെ നടക്കാത്ത എല്ലാവരും പബ്ലിക്കിൽ ഒന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ, വെറുതെ കൊണ്ട് അടിച്ചിറക്കാൻ. പിന്നെ ഇവിടെ ഒരിക്കലും VRS കുർത്തീസിന് ചേച്ചി എന്റെ ഷോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നത്. അവിടെ VRS കുർത്തീസിന് ചേച്ചി പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്, അത് ഞാൻ തൊട്ട് മുമ്പ് തിരുത്തി. പിന്നെ ഒരു ബിസിനസ് സംരംഭം ആകുന്ന സമയത്ത് നമ്മുടേതാണെന്ന് പറഞ്ഞിട്ടല്ല എല്ലാവരും എല്ലാ കാര്യത്തെയും പരിചയപ്പെടുത്തത്തുള്ളൂ, എന്നാലേ പ്രൊഡക്റ്റിന് വാല്യൂ ഉണ്ടാവത്തുള്ളൂ. അപ്പോഴാണല്ലോ വിൽക്കുന്ന ആളോട് വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു വിശ്വാസത ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാകാം ചേച്ചി എന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് അടിച്ചിറക്കിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയായാലും ഭയങ്കര കണ്ടുപിടുത്തായി പോയി ചേച്ചി. സംഭവം ഈ VRS കുർത്തീസിന്റെ വളർച്ചയിൽ ചേച്ചിക്ക് നല്ല അസൂയുണ്ട്. അത് ചേച്ചി തുടർന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കും. അതിന്റെ അടിയിൽ ഇവരുടെ ഈ ചാനലിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് ആണ് കോമഡി. ഞാൻ കുറച്ച് കമന്റ്സ് ഇവിടെ കാണിക്കാം. എന്തായാലും ഇത്രയും വിലക്കുറവിൽ അടിപൊളിയായിട്ട് അഫോർഡബിൾ റേറ്റിൽ ഡ്രസ്സുകൾ കൊണ്ടുവരുന്ന VRS. അമ്മപ്പോ VRSനെ പുകഴ്ത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാർ
ഈ സ്റ്റൈൽ ആൻഡ് ഫാഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബൊട്ടീക്കിനെ പറ്റി ഡൗട്ട് ഉള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ ഞാൻ കുറച്ച് ക്ലിപ്പിംഗ്സ് ഇവിടെ കാണിക്കാം, സൈഡിൽ ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ. ശരി, ആ കാണിച്ച വീഡിയോ മനസ്സിലായല്ലോ. അതായത് ഈ സ്റ്റൈലും ഫാഷൻ എന്ന് പറഞ്ഞ ഷോപ്പിനുള്ളിൽ കൂടെ VRS കുർത്തീസിന് ചേച്ചി നടക്കുന്ന വീഡിയോ ആണത്. എന്തായാലും ചേച്ചിക്ക് തീരെ അസൂയില്ല എന്നുള്ളത് ഈ സംസാരിച്ച് തന്നെ മനസ്സിലായി. എന്നിരുന്നാലും ഇങ്ങനെ VRS കുർത്തീസിനെതിരെ നിരന്തരമായി ഷീടോക്കിൽ ചേച്ചി വീഡിയോസ് ചെയ്തു തുടങ്ങിയപ്പോൾ അത് VRS കുർത്തീസിലെ ചേച്ചിക്ക് അങ്ങോട്ട് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ആർക്കാരും പറ്റില്ലല്ലോ. പറയുന്നതിൽ ന്യായം ഉണ്ടെങ്കിലും ഓക്കെ, ഇതെന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്? ചേച്ചിന്റെ സ്വന്തം ഷോപ്പല്ല, ചേച്ചി വേറെ ഷോപ്പിലെ ജോലിക്കാരിയാണ്, അതും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു ന്യായം ഇല്ലാത്ത വർത്താനാണ് പറയുന്നത്. ഇതോടെ VRS കുർത്തീസിലെ ചേച്ചി ആലളകി ഈ ഷീടോക്കിലെ ചേച്ചിന് പോയി 2 എണ്ണം പറഞ്ഞു. അതും ഒരു ഉറപ്പില്ലാണ്ട് ഷീടോക്കിലെ ചേച്ചി എന്താക്കി സ്വന്തം ചാനലിൽ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും അന്ന് കേട്ടോക്കാം. ക്ഷമിക്കുമ്പോ നീ എന്റെ തലയിൽ കയറി നിരങ്ങണോടി, ക്ഷമിക്കുമ്പോ നീ എന്റെ തലയിൽ കയറി അപ്പിട്ട് തരണോ? എന്റെ ഡീറ്റെയിൽസ് എടുക്കാനും എന്റെ കാര്യങ്ങൾ തിരക്കി നടക്കാനും നിനക്ക് നാണമില്ലേടി? നിന്റെ ജോലി ഇതാണോ നിന്റെ ജോലി? നീ ബാക്കി ആരെ കുറിച്ച് എന്ത് വീഡിയോ ചെയ്താലും അതിനൊന്നും റീച്ച് ഇല്ല, അതിനൊന്നും നിനക്ക് കമന്റ് ഇല്ല, അതിനൊന്നും നിനക്ക് റീച്ച് ഇല്ല. ഒലിവിയുടെ തുമ്പിൽ കയറി പിടിച്ചുകൊണ്ട് ഒലിവിയുടെ പുറകെ നടന്നിട്ട് ബാക്കിയുള്ളവരുടെ നെഞ്ചത്തോട് ചാടി കയറി നീ എന്റെ നെഞ്ചത്തോട് കയറി എന്റെ വീഡിയോസ് ഇടുമ്പോൾ നിനക്ക് കിട്ടുന്ന റീച്ച് ഭയങ്കര റീച്ചാണ് അല്ലേ? നിനക്ക് നാണമില്ലേടി? നിനക്ക് നാണമില്ല? വേറെ ഒരു പണിയില്ലെന്നാണ് ചോദിക്കുന്നത്. നിനക്കൊരു പണിയില്ല വേറെ? കഷ്ടം. ഇതിനേക്കാളും വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അതിന് പോണതാ കുഞ്ഞെ നല്ലത്. നിനക്ക് നേഴ്സിന്റെ കുപ്പായം വിടാൻ നാണമില്ലേ? നീ നേഴ്സിന്റെ കുപ്പായം വിട്ടല്ലേ നിൽക്കുന്നത്? ഇതിനുള്ള മറുപടി എന്തായാലും ഇനി ഞാൻ തന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലാത്തതായിപ്പോ. അഥവാ എനിക്ക് പറ്റിയില്ലെങ്കിൽ നിന്റെ പേര് എഴുതി വെച്ചിട്ടായിരിക്കും ഞാനത് ചെയ്യുന്നത്. നീ അത് കണ്ടോ? നിന്റെ പേര് എഴുതി വെച്ചിട്ടായിരിക്കും ഞാനത് ചെയ്യുന്നത്. നിന്നെ വെറുതെ ഇനി ഞാൻ വിടത്തില്ല. 100% ഇനി ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല. നീ നോക്കിക്കോ. കറക്റ്റ് ആയിട്ട് ഞാനിത് നിയമപരമായിട്ട് ഇതിനെതിരെ ഇനി ഞാൻ പോരാടും. കാരണം ഇവിടെ ഓൾറെഡി ഞങ്ങൾ റൺ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എനിക്ക് ടെൻഷനില്ല. അതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷനും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല. സോ ഇത് ഞാൻ നിയമപരമായിട്ട് റൺ ചെയ്തിരിക്കും. പിന്നെ നിനക്ക് എന്തെങ്കിലും പറയാനോ? ഞാൻ വീഡിയോ കോൾ വിളിക്കും, നീ എന്തിനാ കട്ട് ചെയ്യുന്നത്? എന്തിനാ കട്ട് ചെയ്യുന്നത്? ഞാൻ മാന്യമായിട്ട് നിങ്ങളോട് പല കാര്യങ്ങളും മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളാണ് എന്നെ ബ്ലോക്ക് ചെയ്ത് പോയത്, മനസ്സിലായോ? അപ്പോ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയ ഒരു വ്യക്തിനോട് പിന്നെ എനിക്ക് താല്പര്യമില്ല സംസാരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കോൾ എടുക്കാതിരിക്കുന്നത്. അതുപോലെ ഞാൻ എന്റെ ലൈവിൽ വളരെ വ്യക്തമായിട്ട് എല്ലാം കാണിച്ചിട്ട് പറഞ്ഞായിരുന്നല്ലോ കുഞ്ഞെ. ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾ വ്ളോഗ് ചെയ്തിട്ടിരിക്കുവാണ്. ഞങ്ങൾ സൈലന്റ് ഫാഷന്റെ വ്ളോഗ് ചെയ്തിട്ട് ഞങ്ങൾ VRSന്റെ സെപ്പറേറ്റ് ചെയ്യാഞ്ഞത് ഇത് ഞങ്ങൾക്ക് സെപ്പറേറ്റ് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ പബ്ലിഷ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് പുറത്ത് വന്ന് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് എവിടെയാണെന്ന് എന്റെ ലൈവിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിനക്ക് എന്താണ് ഫ്രീഡം ടു സ്പീച്ച്? നിനക്ക് ഇതിനകത്ത് എന്ത് കള്ളത്തരമാണ് കണ്ടുപിടിച്ചത്? നീ അതൊന്ന് കാണിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ എന്തെങ്കിലും ഞങ്ങളുടെ എഗ്രിമെന്റ് ഉണ്ടോ? എന്റെ എഗ്രിമെന്റ് ഉണ്ടോ? ഞാനും ഈ ആശയം തമ്മിലുള്ള എന്തെങ്കിലും എഗ്രിമെന്റ് ഇതിന്റെ കയ്യിലുണ്ടോ? അത് നിനക്ക് കാണണോ? അതിപ്പോ വൈകിട്ട് ഞാൻ പബ്ലിഷ് ആയിട്ട് കാണിച്ചു തരാം. അത് ഞാൻ വൈകിട്ട് പബ്ലിക്കായിട്ട് കാണിച്ചു തരാം. നിന്നെ കാണിക്കേണ്ട ആവശ്യം, നീ വെറും കൊടിച്ചു പട്ടി, നീ പെടുന്ന കുരയ്ക്കുന്ന കൊടിച്ചു പട്ടി. അതിന്റെ വില പോലും കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ അതിന്റെ റിപ്ലൈ ഇത്രയും നാളും കൊടുക്കേണ്ടത്. പോട്ടെ, എനിക്ക് എന്റെ ബിസിനസ് ആണ് വരുന്നത്. എനിക്ക് എന്റെ കേരളത്തിലെ 4 സ്ഥാപനങ്ങൾ ഓപ്പൺ ചെയ്യണം. ഇതൊക്കെയായിരുന്നു എന്റെ ലക്ഷ്യം. അതുകൊണ്ട് എന്നെ പ്രൊവോക്ക് ചെയ്യാനും എന്റെ ബിസിനസിനെ തകർക്കാനും വേണ്ടിയിട്ട് നീയും നിന്റെ മറ്റേ ആൾക്കാരും കൂടി ചേർന്ന് കളിക്കുന്ന ഗെയിം ആണെന്ന് വളരെ നന്നായിട്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ കളഞ്ഞതാണ്. അപ്പൊ നീ അതിന്റെ കീഴിൽ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നല്ലേ? നിനക്ക് മറ്റുള്ളവരുടെ വീഡിയോ കിട്ടുമ്പോൾ നിനക്ക് റീച്ച് കിട്ടുന്നില്ല, നിനക്ക് കമന്റ്സ് വരുന്നില്ല. ഞങ്ങളുടെ കമന്റ്സ് വരുമ്പോൾ നിനക്ക് എന്തിനാണ് ഇത്ര ഇത് വരുന്നത്? നിനക്ക് എന്തിനാണ് ഇത്ര ഇത് വരുന്നത്? ഞാൻ നിന്നെ ഏത് രീതിയിലാണ് ദ്രോഹിച്ചിരിക്കുന്നത്? നീ എന്റെ ആരാണ്? ഞാൻ നിന്റെ ആരാണ്? നീ എന്തിനാണ് എന്റെ പുറകെ നടക്കുന്നത്? ഞാൻ നിനക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ നിന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ വന്നിട്ടുണ്ടോ? നീയല്ലേ എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തത്. എന്തെങ്കിലും രീതിയിൽ ഞാൻ നിന്നെ സംസാരിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വന്നിട്ടുണ്ടോ? ഓക്കെ, അതെന്തായാലും നന്നായി ചേച്ചി, നല്ല രീതിയിൽ തന്നെ കൊടുത്തു. ഞാൻ ആലോചിക്കണതല്ലേ, ഇത്ര ഉളുപ്പില്ലാണ്ട് കേട്ടിട്ടും അത് വീഡിയോ ആക്കി യൂട്യൂബിൽ ഇടാൻ ഷീടോക്കിൽ ചേച്ചി കാണിച്ച മനസ്സ് സമ്മതിച്ചെന്ന് കേട്ടോ. എന്തായാലും ഷീടോക്കിൽ ചേച്ചിക്ക് നല്ലോണം ഉള്ളോട്ട് കേട്ടിക്കണ്. അത് ഡിസേർവിംഗ് ആണ് ചേച്ചി. ഇതൊക്കെ പോട്ടെ, ഞാൻ ചിന്തിക്കണതല്ലേ, എന്ത് കണ്ടിട്ടാണ് ഈ ഷീടോക്കിൽ ചേച്ചി ഒലിവിയ ഡിസൈൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇത്രയും പെൺകുട്ടികൾ ചൂഷണത്തിനിരയായി അവരൊക്കെ രംഗത്ത് വന്ന് പറഞ്ഞിട്ടും വീണ്ടും ഒലിവിയ ഡിസൈൻസിന് പോയി സപ്പോർട്ട് ചെയ്യാണ്. നാണില്ലേന്നാണ് ഞാൻ ചോദിക്കാനുള്ളത്. ഒലിവിയ ഡിസൈൻസിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് പറ, എന്നാ പിന്നെ കുഴപ്പമില്ല, അതിലൊരു മാന്യത ഉണ്ട്. ഇതൊരു മാതിരി ഒലിവിയ ഡിസൈൻസിനെ വെളുപ്പിക്കാൻ വേണ്ടി, ജോലിന്റെ ഒപ്പം 4 ഭാഗം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിലൂടെ പ്രൊഡക്റ്റ് വെക്കുന്ന ഒരു ചേച്ചിനെ മെക്കെട്ടാണ് കയറുന്നതിലൊരു ന്യായം വേണ്ടേ? ന്യായം ഉണ്ടെങ്കിൽ പിന്നെ ഓക്കെ, എന്തായാലും കൊള്ളാം. അധികം ഞാനൊന്നും പറയുന്നില്ല. ഇത് കണ്ട സമയത്ത് ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.